ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കാണിക്കണമെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ആണ് കേട്ടോ. അധികം ഐറ്റംസ് ഒന്നുമില്ല, എങ്കിലും കുറച്ചും കൂടി യൂസ്ഫുൾ ഒക്കെ ആവുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഇന്ന് പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് ഐറ്റമാണ് ഈ ഒരു സ്കൂൾ ബാഗ്. ഞാനൊരു പർപ്പിൾ കളറാണ് കേട്ടോ മേടിച്ചത്. ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തത് മീഷോ എന്നാണ് കേട്ടോ. പിന്നെ മീഷോ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പേടി എന്ന് പറയുന്നത് ക്വാളിറ്റി ഇഷ്യൂസ് ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് തന്നെയാണോ കറക്റ്റ് വന്നത്, ഈ രണ്ട് മെയിൻ കാര്യങ്ങൾ കൊണ്ട് അധികം ആൾക്കാരൊന്നും മീഷോന്ന് അധികം മേടിക്കാറൊന്നുമില്ല. എന്നിട്ടും അധികം ആൾക്കാർ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു പേടി എനിക്കുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. കാരണം ഈ ബാഗിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ബാഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നത്. വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല, ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബാഗിന്റെ കൂടെ സെയിം കളറിൽ സെയിം തീമിൽ തന്നെ ഒരു പൗച്ചും കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കമ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ 3 കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ ബാഗിന്റെ മെറ്റീരിയലിനെ പറ്റി പറയാനാണെങ്കിൽ തൊടുമ്പോൾ അത്യാവശ്യം സോഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ ഡാമേജ് ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് കമ്പാർട്ട്മെന്റ്, നമ്മുടെ സാധാരണ ബാഗ് പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ തേർഡ് കമ്പാർട്ട്മെന്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു പോക്കറ്റ് പോലെ ഇങ്ങനെ ഒരു വരുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ ബോട്ടിൽസ് വെക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പൗച്ച്, നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും ബാഗിൽ നിന്ന്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 391 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് ഐറ്റം ആണ് സ്റ്റോറേജ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസർ. ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ ഈ ഒരു പേപ്പറാണ്, കാര്യമില്ല ക്യാഷ് ബാക്കിന്റെ പേപ്പറാണ്, കിട്ടാനൊന്നും പോണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസർ. ഈ ഒരു ഓർഗനൈസർ എൻ്റെ വിഷ് ലിസ്റ്റിൽ കുറേ നാളായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ മേടിക്കാത്ത എന്തെന്ന് ചോദിച്ചാൽ ഇതിന് മുന്നും നമ്മൾ മീഷോന്ന് ഒരു ഓർഗനൈസർ മേടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഇപ്പോൾ മേടിക്കാനുള്ള റീസൺ എന്ന് ചോദിച്ചാൽ ഇതിൽ വാഷി ടൈപ്സ് വെക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. വാഷി ടൈപ്സ് നല്ല വേറെ എന്തും വെക്കാം, പക്ഷേ എനിക്കത് വാഷി ടൈപ്പ് തന്നെ വെക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ഓർഗനൈസർ മേടിച്ചത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മാർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്പേസ് ഇതിലേക്ക് വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയാണ് വാഷ് ടൈപ്സ് വെക്കുന്നത്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഓർഗനൈസർ മേടിച്ചത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അറിയണമെങ്കിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക, അതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് പുറത്തൂടെ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ അറിയണം കേട്ടോ. പിന്നെ ബാക്കി വരുന്ന കമ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മുടെ ബ്രഷ് പെന്നും മാർക്കേഴ്സ് ഒക്കെ വെച്ച് കൊടുത്തു, നമ്മുടെ ക്ലേ ടൂൾസ് വെച്ച് കൊടുത്തു, ഹൈലൈറ്റേഴ്സ് വെച്ച് കൊടുത്തു, വൈറ്റ് പെൻ വെച്ച് കൊടുത്തു, പിന്നെ നമ്മുടെ ഗ്ലൂ ടേപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറേജ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവരൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് ഈ ഒരു ഓർഗനൈസർ മേടിക്കാം കേട്ടോ. പിന്നെ ഈ വാഷ് ടൈപ്സ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇവിടെ വാഷ് ടൈപ്സ് നല്ല നിങ്ങൾക്ക് എന്തും വെക്കാം കേട്ടോ. പക്ഷേ ഞാൻ കൂടുതൽ വീഡിയോസിൽ വാഷ് ടൈപ്സ് വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മീഷോ തന്നെയാണ് മേടിച്ചത്. റേറ്റ് 219 റുപ്പീസ് ആണ്. ആ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ്. ഈ ഒരു സ്റ്റിക്കി നോട്ട്സ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര അത്യാവശ്യം, അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് ആകെ ഒറ്റൊരു ഷീറ്റ് അല്ലെങ്കിൽ ഒറ്റൊരു സ്റ്റിക്കി നോട്ട്സ് വരുള്ളൂ എന്നാണ്. പക്ഷെ നമുക്ക് 2 വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 100 ഷീറ്റ്സ് ആണ് വരുന്നത്. അതായത് ഒരെണ്ണത്തിൽ 50 ഷീറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ആണ്, അതുപോലെ ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കോ നോട്ട്ബുക്കോ ഒക്കെ എടുക്കുക, അത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതുപോലെ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഹൈലൈറ്റ് ചെയ്ത് വരച്ചു, ലൈനൊക്കെ വരച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നോട്ട്ബുക്കിനും ടെക്സ്റ്റ് ബുക്കിനും ഒന്നും വരാൻ പോണില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് എന്തും ട്രേസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാനും പറ്റും കേട്ടോ. ഇതുപോലെ ടെക്സ്റ്റിൽ നിന്ന് ട്രേസ് ചെയ്ത് വരച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് നോട്ട്ബുക്കിലേക്ക് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ ട്രേസ് ചെയ്ത് വരച്ചതാണ് ഈ ഒരു ഹാർട്ട്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിലും കാര്യങ്ങളിലൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പഠിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഈ 2 ട്രാൻസ്പെറൻറ്റ് ഷീറ്റിനും കൂടിയിട്ട് 105 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഇത് ട്രാൻസ്പെറൻ്റ് എന്ന് വിചാരിച്ചിട്ട് ആരും കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇറേസറാണ്. ഈ 2 ഇറേസർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ ഈ 2 ഇറേസർ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ സ്റ്റോറേജിൽ പോയപ്പോഴാണ് ഈ ഒരു പാണ്ടയുടെ ഒക്കെ ഇറേസർ ഞാൻ കണ്ടിട്ടുള്ളത്. സംഭവം എന്തായാലും നല്ല അടിപൊളിയാണ്, ക്യൂട്ടാണ്, ഈസ്തറ്റിക് ആണ്, എല്ലാം ആണ്. ഈ ഒരു ഭാഗം നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഇറേസർ വലുതാക്കാനും ചെറുതാക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വരുന്നതാണ് ഒരു യൂണിക്കോൺ തീമിൽ. പൊതുവെ എനിക്ക് പർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ ഒരു യൂണിക്കോൺ തീമിൽ വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇറേസർ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അടുത്തൊന്ന് വെച്ച് കൊടുത്താൽ എനിക്ക് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ ഡൈക്കറ്റ് സ്മാർട്ട് പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് മീഷോ തന്നെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ.
പിന്നെ ഇത് നമ്മുടെ വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എഴുതി കൊടുത്തു, അതൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ഇറേസ് ആയി പോകുന്നുണ്ട്. റേറ്റും ഒരു 170 ഉള്ളൂ കേട്ടോ, 2 എണ്ണം. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇതും ഒരു സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി നല്ല ക്യൂട്ട് എസ്തെറ്റിക് സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് ആകെ ഒറ്റൊരു സ്റ്റിക്കി നോട്ട്സ് വരുന്നുള്ളൂ എന്നായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ചെയ്യുമ്പോൾ ഈ 2 എണ്ണം മാത്രമല്ല കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെയാണ് നമുക്ക് റാൻഡം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു ഡോഗിൻ്റെ പിക്ചറിലും പിന്നെ ഒരു ക്യാറ്റിൻ്റെ തീമിലുമാണ് 2 എണ്ണം കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റിക്കി നോട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെമ്മോ പാഡായിട്ട് യൂസ് ചെയ്യാം, എന്തുമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അത്രയ്ക്ക് സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ തിക്നെസ് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ഷീറ്റ്സ് ഉണ്ട്, അതായത് ഒരു സ്റ്റിക്കി നോട്ടിൽ തന്നെ 100 ഷീറ്റ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും കൂടി 200 ഷീറ്റ്സിലാണ് വരുന്നത്. പിന്നെ ഇത് സ്റ്റിക്കി അല്ല എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ എടുക്കുന്ന വരെ സ്റ്റിക്കി ആയിരുന്നു, പക്ഷെ അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് അടർന്നു പോരുമായിരുന്നു. ഈ 2 സ്റ്റിക്കി നോട്ട്സിനും കൂടിയിട്ട് റേറ്റ് വെറും 178 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇതിനേക്കാളും നല്ല ക്യൂട്ടും എസ്തെറ്റിക്കും ഒക്കെ തോന്നിക്കുന്ന വേറൊരു ഐറ്റം കാണിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഞാൻ മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയും, നമ്മുടെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. പല ഷേപ്പിലുള്ള ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഷേപ്പിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. അതും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള പർപ്പിളും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ സൈഡിലുള്ള ക്ലിപ്സും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കൂടെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടൊരു സ്പൂണും ഫോക്കും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് പറയാനാണെങ്കിൽ നല്ല അഫോർഡബിൾ തന്നെയാണ്, 165 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് മേടിക്കുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇത്ര ഐറ്റംസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ ഗീവ് അവേ ആയിട്ട് വെക്കണമെങ്കിൽ അതും നിങ്ങൾ പറയാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.